ഒരു മാസം കൊണ്ട് 10 കിലോ കുറയ്ക്കാം, 15 കിലോ കുറയ്ക്കാം, നിങ്ങൾ ഹൈ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഈ സലാഡ് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞ് കുറെ വീഡിയോസ് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇതിനകത്ത് ഹൈ റിച്ച് പ്രോട്ടീൻ ആയിട്ടുള്ള സലാഡിനകത്തുള്ള സാധനം എന്ന് പറഞ്ഞാൽ കടല, പയറ്, പരിപ്പ് ഇതുപോലുള്ള ഐറ്റങ്ങളാണ്. അപ്പൊ ഇതിനകത്ത് ഒരിക്കലും നമുക്ക് ബെനിഫിറ്റ് ആയിട്ടുള്ള പ്രോട്ടീൻ ഇല്ല. നിങ്ങൾക്ക് അതേ സമയത്ത് നിങ്ങൾ കുറച്ച് ചിക്കനോ ഇല്ലെങ്കിൽ എഗ്ഗോ നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ ഇതിനെക്കാട്ടും ഫാർ ബെറ്റർ ആണ്. അപ്പൊ ഇതിനകത്ത് ഇടുന്ന ഐറ്റങ്ങളുടെ പേരനുസരിച്ച് സലാഡ് മാറുമെന്നേ ഉള്ളൂ. അപ്പൊ ചിക്കൻ ഇട്ട ചിക്കൻ സലാഡ്, എഗ് ഇട്ട എഗ് സലാഡ്, ഇത്രേ ഉള്ളൂ കാര്യം. പിന്നെ 15 കിലോ ഒക്കെ കുറയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇല്ലെങ്കിൽ 10 കിലോ ഒക്കെ കുറയ്ക്കാന്ന് പറഞ്ഞാൽ ഒരു മാസത്തിൽ 10 കിലോ 15 കിലോ കുറച്ചാൽ ഒരു ദിവസം എത്ര കിലോ നമുക്ക് കുറയണം, അല്ലെങ്കിൽ എത്ര ഗ്രാം നമുക്ക് വെയിറ്റ് കുറയണം, നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഈ ഇടുന്നവന്മാർക്കോ വിവരമില്ല. ഇത് കാണുന്ന നമുക്കെങ്കിലും കുറച്ച് വിവരം വേണം. മനസ്സിലായില്ലേ? നമ്മൾ ഈ വെയിറ്റ് കുറയ്ക്കാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. എത്രയോ വട്ടം ഞാനല്ല പല ആൾക്കാരും പറഞ്ഞിട്ടുള്ളതാണ്. കലോറി ഡെഫിസിറ്റ് നിൽക്കുക, നിങ്ങൾ എന്തെങ്കിലും എക്സസൈസ് ചെയ്യുക, ഇത്രയേ കാര്യമേ ഉള്ളൂ. പിന്നെ വെയിറ്റ് കുറയ്ക്കുമ്പോഴേക്കും 10-15 കിലോ കുറയ്ക്കാതിരിക്കുക. കാരണം നമ്മൾ അത്രയും എക്സ്ട്രീം ആയിട്ട് വെയിറ്റ് കുറച്ചാൽ നമുക്ക് എന്താണ്, ജോയിന്റ് വീക്ക് ആവും, മസിൽ വീക്ക് ആവും, അതുപോലെ തന്നെ എസ്പെഷ്യലി ലേഡീസിന് ഹോർമോൺ ഇംബാലൻസ് വരും. മനസ്സിലായില്ലേ? അപ്പൊ പിന്നുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ടിപ്പ് പറഞ്ഞുതരാം. അതായത് നമ്മൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ 10 കിലോ 15 കിലോ ഞാൻ ഒരു മാസം കൊണ്ട് കുറച്ചു എന്ന് കേൾക്കുമ്പോൾ തന്നെ ആ വീഡിയോ സ്കിപ്പ് ചെയ്ത് കളയുക. മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും ടൈം വേസ്റ്റ് ആവാതിരിക്കും.